ഹലോ. അപ്പോൾ രാവിലെ അതാ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് വലിയ സംഭവങ്ങളൊന്നുമില്ല, ഒട്ടും ടൈമില്ലായിരുന്നു. എഴുന്നേറ്റപ്പോൾ നല്ല ലേറ്റായി, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അടുക്കളയിലോട്ടൊന്ന് ചായയും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമുള്ള ഒരു 2 റെസിപ്പി അത് മാത്രമേ കാണിക്കുന്നുള്ളൂ, എല്ലാ കറിയും കാണിക്കുന്നില്ല. അതാണ്. അപ്പോൾ അതാ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാബേജും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മെഴുക്കുവരട്ടി വരണം. പിന്നെ ഒരു ഒഴിച്ചൂട്ടാൻ പോലെ നമ്മുടെ മുരിങ്ങയില വെച്ചിട്ട് ഒരു ഒഴിച്ചൂട്ടാനും കൂടെ ഉണ്ടാക്കണം. അതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതാ ബീട്രൂട്ടൊക്കെ ഞാൻ മെഴുക്ക് പുരട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എഴുന്നേറ്റപ്പോൾ നല്ല ലേറ്റായി. രാവിലെ വർക്കിന് പോകണമല്ലോ, അലാറം എന്നെ ചതിച്ചു എന്നെ. അപ്പം നല്ല ലേറ്റായി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ബീട്രൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ട് ബീട്രൂട്ടും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞതിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒരു ശകലം വെള്ളം തളിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തളിച്ചിട്ട് അടച്ചുവെച്ച് വേവിക്കുക ചെയ്യുന്നത്. പിന്നെ അരപ്പ് അരയ്ക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഇച്ചിരി വെളുത്തുള്ളി, ഇത്രയും കൂടി ഇട്ട് അരപ്പ് അരച്ച് അതിനകത്തോട്ട് ഇട്ടിട്ട് അടച്ചു മൂടി വെക്കുക ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഇളക്കിയൊന്നുമില്ല, കുറേ കഴിഞ്ഞിട്ട് നല്ല ആവിയൊക്കെ കയറിയതിന് ശേഷമേ ഇളക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ചീനിച്ചട്ടി എടുത്തിട്ട് ക്യാബേജും കൂടെ ഒന്ന് മെഴുക്ക് വെട്ടാമെന്ന് വെച്ചു. അതും ഇതുപോലെ. അപ്പം ഞാൻ മുരിങ്ങയിലേക്ക് അത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ക്ലീൻ ആക്കണം. അപ്പോൾ ഇതാ ക്യാബേജ് മെഴുക്ക് വെട്ടിക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു ശകലം വെള്ളം തളിച്ചിട്ട് അടച്ച് വെക്കിയത്. പിന്നെ ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിങ്ങനെ വെക്കുന്നതിനേക്കാളും ഇച്ചിരി തേങ്ങയും കൂടി ഇടുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലത്തെ എല്ലാ വിശേഷങ്ങളും കൂടി ചേർത്ത്, അതായത് എല്ലാ പണിയും കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ലോങ് വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നല്ല രാവിലെ എഴുന്നേറ്റെല്ലാം കറികളൊക്കെ വെച്ച് എനിക്ക് 9 മണിക്ക് പോകണം. അപ്പം ആ ഒരു ടൈമിൽ അങ്ങോട്ട് എത്തുന്നില്ല എത്ര ഓടിയാലും. അതുകൊണ്ടാണ് മിസ്സാവുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എടുക്കാം കേട്ടോ. വലിയ ലോങ് വീഡിയോ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് അതും അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ബീട്രൂട്ട് തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് അത് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതും റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയും കാര്യങ്ങളൊക്കെ രാവിലെ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒഴിച്ചൂട്ടാനും വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് തോരനും പിന്നെ ക്യാബേജ് മെഴുക്കുവരട്ടി ഒഴിച്ചുവിട്ടാനും പിന്നെ 2 ഉണക്കമീനും കൂടെ വറുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോകാൻ റെഡിയായി. അപ്പം ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമില്ല കേട്ടോ. സമയം ഒട്ടും കിട്ടിയില്ല. അതുകൊണ്ട് വേഗം റെഡിയായിട്ട് ഞാൻ ഓഫീസിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ പൊതിഞ്ഞാണ് കൊണ്ടുപോകാറ്. ചോറ്, നമ്മുടെ തോരൻ, മെഴുക്കുവരട്ടി, പിന്നെ ഈ ഒരു കുപ്പിയിൽ ഒഴിച്ചുവിട്ടാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉടയുന്ന കുപ്പിയാണ്. അപ്പോൾ എല്ലാം പൊതിഞ്ഞ് ബാഗിനകത്തൊക്കെ ആക്കി സെറ്റാക്കി. ഇതൊക്കെ പൊതിഞ്ഞ് അമ്മയാട്ടോ തരുന്നത്, എനിക്ക് സമയമില്ല. അപ്പോൾ എല്ലാം റെഡിയാക്കി ബാഗിൽ വെച്ച് തരും. ഞാൻ പിന്നെ അതെടുത്ത് എൻ്റെ ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്ന ബാഗ് ഓഫീസിലോട്ട്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ഓഫീസിലോട്ട് പോയട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ കാണാം. ബൈ.